നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടാണ്? എത്ര പേര് കണ്ടിരുന്നത് ലൈവ് ചിലന്തി വല കിട്ടുന്നത് കണ്ട? അത് ഈ ചിലന്തി വല കിട്ടുന്ന ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴേ ഒരുപാട് കറക്റ്റ് അകലാണ്. നമ്മൾ ടേപ്പ് വെച്ചാലും ഇത്ര അകലം കിട്ടും തോന്നില്ല. പക്ഷെ ഈ വെച്ച അളവ് തെറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെരുമഴ നല്ല കാറ്റും പുള്ളിക്ക് ആ ഒരു ഒരു സംഭവത്ത് കറക്റ്റ് വെക്കാൻ പറ്റില്ല. പക്ഷെ ആദ്യം വെച്ചൊക്കെ കറക്റ്റ് അളവില്ല. എന്തൊരു ഇതാണ് അറിയാം, ടേപ്പില്ല ഒന്നുമില്ല, കറക്റ്റ് അളവ്. പക്ഷെ കാറ്റ് വന്നപ്പോൾ അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ മാറി. എന്നാൽ ഇപ്പോഴും കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്നാലും ആള് നല്ല ഉഷാറായിട്ട് ആ നൂല് പൊട്ടാതെ വലിച്ചെടുത്ത് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. എന്താ അറിയുക, ഭയങ്കരണ്ട നോക്ക്, പുള്ളി വലിച്ചെടുത്ത് വെച്ച് പോവാണ്ട്. ഇത് ലൈവാണ്, കണ്ടു നോക്ക്. എന്താ എത്ര പേര് കണ്ടിട്ടുണ്ടാവും ചിലന്തി വല കെട്ടണത്? കണ്ട? ഞാൻ കൂടുതലൊന്നും പറയണില്ല, ഒന്ന് കണ്ടു നോക്കിട്ടാ. ഈ സമയത്തൊക്കെ നല്ല കാറ്റുണ്ട്. എന്നാലും ഒല ഈ വല ഒലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോഴൊക്കെ. എന്നാലും പുള്ളി നന്നായിട്ട് അതിനൊരു ഇഞ്ച് കൈവിടൂല എന്നുള്ളതിൽ തീർക്കും. ഇന്ന് ഈ വർക്ക് തീർത്തിട്ട് കാര്യമുള്ളൂ വിചാരിച്ചിട്ടാണ് പുള്ളി ഇത്രയും മെനക്കെട്ട് ചെയ്യുന്നത്. കണ്ട? അത്രത്തി ഞാൻ കുറേ വീഡിയോ പിടിച്ചെന്ന് കാറ്റടിച്ചിട്ടേ അതിൻ്റെ ഫോക്കസ് കറക്റ്റ് ആണില്ല. വല ഇങ്ങനെ ഇളകുന്നതുകൊണ്ട് ഫോക്കസ് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലന്തിനെ കറക്റ്റ് കിട്ടണമില്ല. അപ്പോൾ അങ്ങനെ കാറ്റ് നിൽക്കുന്ന സമയത്ത് നിർക്കും. വേണ്ട പുള്ളി ഉണ്ടാക്കി 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 ഫുള്ളായി. ഇതിപ്പോൾ എന്തിനാ കെട്ടണമെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. പുള്ളീൻ്റെ എരേനെ തേടനാണ് ആൾ ഇത് കെട്ടിണ്ടാക്കുന്നത്. ആള് ചെറിയ സാധന എന്താ വലിച്ചെടുത്ത് വെക്കണണ്ട. എന്താലേ, വെറുതല്ലേ എട്ടുകാലി എന്ന് പറഞ്ഞു. എട്ട് കാലുകൊണ്ട് ഉപയോഗം ഉണ്ട് കേട്ടോ. രണ്ട് കൈയും കാലൊക്കെ കൂടെ ഒന്ന് സെറ്റാക്കുമ്പോൾ മറ്റേ നാല് കാലുകൊണ്ട് മറ്റേ കമ്പി പിടിക്കുകയാണ്, മറ്റേ നൂല് പിടിച്ചെടുക്കുക, പൊട്ടിക്കുക. ഓരോ ഉപയോഗമില്ലാതെ പഠിച്ചവനൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞ് എത്ര ശരിയല്ലേ. ഓരോ സാധനത്തിനും ഓരോ ഉപയോഗമാണ്. അതൊന്നും അറിയാതില്ലല്ലോ ദൈവം ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് എട്ടുകാലി എട്ടുകാലി, പക്ഷെ അതിൻ്റെ ഉപയോഗം കണ്ട കണ്ട ചാടി പിടിച്ച് നാല് കാലുകൊണ്ട് വേറെ ചാടി പിടിച്ച് ഇവിടെ ബാക്കി കൈയും കാലും കൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്ഭുതമല്ലേ. അവർക്ക് സിമ്പിളാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇത്. ആ നൂല് എത്ര പോരെ മീറ്ററാണ് ഇപ്പോൾ. പക്ഷെ അങ്ങനെ ചാടി പിടിക്കുന്നത് പൊട്ടണില്ല, പൊട്ടാതെ ഒട്ടിച്ച് പോകണം. കണ്ട എത്ര മീറ്റർ അതിനപ്പോൾ അത് എവിടുന്ന് അതിലും കൂടി വലിച്ചെടുക്കുന്നത് ഒരു പിടുത്തം കണ്ടില്ല. എത്രയും സ്റ്റോക്ക് ഉണ്ടത്. ആള് ചെറിയൊരു സാധനം. ഓ ഗംഭീരം. ഒക്കെ ഓരോ അളവ് വെച്ചിട്ടാണല്ലോ ആള് ഈ ക്രോസിൽ നൂല് വലിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ടാണ് റൗണ്ട് ചുറ്റോടിറ്റും വല ഉണ്ടാക്കുന്നത്. അല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് തിന്നെയാണത്, കാറ്റടിച്ചിട്ടാണ് തിന്നണത്. ഫോക്കസ് ഒന്നും കിട്ടാതാകുക. ഇതാണ് ചിലന്തി വല. ഡയറക്റ്റ് ചിലന്തി വല കെട്ടുന്ന കണ്ടോളൂ. ഇത് തീർക്കാതെ പുള്ളിക്ക് വിശ്രമം ചേട്ടാ. അത് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യമുള്ളൂ. പിന്നെ തീർത്ത സെൻറ്ററിൽ പോയി നിൽക്കുന്നുണ്ട്. തീർത്ത കഴിഞ്ഞാൽ അടുത്ത എരേനെ പിടിക്കാൻ നോക്കിക്കോന്ന് തോന്നുന്നു. അല്ല ഇത്രയും വലിയൊരു വല. ഇപ്പം ലൈറ്റ് ഉള്ളതുകൊണ്ട് ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പം ലൈറ്റ് ക്യാമറൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പം ലൈറ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റാണ് കാണാൻ കഴിഞ്ഞല്ലോ. ഇതാണ് പുള്ളി റിസ്ക് എടുത്ത് റൗണ്ടിൽ വല കെട്ടി. ആഹാ അല്ല ഫോക്കസ് ഔട്ടാകാണ് കാറ്റടിക്കുമ്പോൾ. എന്താ വലിച്ചെടുത്ത് വെക്കാനാണ് മക്കളെ. അളവ് കണ്ടെങ്കിൽ അളവ് കറക്റ്റ് അളവ് എടുത്ത് പോവാണ്. ഇതെങ്ങനെ ഇങ്ങനെ അളവ് ഉണ്ടാക്കി പഠിച്ചോ? ഭയങ്കരമായിട്ടാ. ഇതാണ് ചിലന്തി വല. സെൻറ്റർ
കുറച്ച് മൂപ്പര് ഒഴിവാക്കിയിടും, എന്നിട്ട് നിൽക്കലാണ്. ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല, സെൻറ്റർ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഏകദേശം വർക്ക് തീർന്നൊരവസ്ഥയാണത്. നല്ല സെൻറ്ററിൽ പോയി നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ സൂം ചെയ്ത് എടുക്കാൻ നോക്കിയപ്പോൾ ഈ കാറ്റടിച്ചിട്ട് ഫോക്കസും കിട്ടണില്ല. കണ്ടാ, ഇതാണ് ആള്. ആ സെൻറ്ററിൽ പോയി നിൽക്കണം. അവിടെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സ്ട്രോങ് ആക്കി ഒട്ടിക്കുകയാണ് എന്താകില്ല, കറക്റ്റ് ചെയ്യുന്നുണ്ട്. കാറ്റടിച്ച് ഫോക്കസ് ഇട്ടില്ല, അതാണ് ഈ കണ്ട പെരുങ്കാറ്റാണ്. നല്ല മഴയുള്ള സമയത്താണ്. കണ്ടപ്പോൾ ഒരു അത്ഭുതം. കാരണം നമ്മൾ കാണാത്തൊരു സംഭവമാണല്ലോ വല. ചിലന്തിൻ്റെ വല നമ്മൾ എവിടെയും പോകുമ്പോൾ കാണലുണ്ട്, മേലാകലുണ്ട്, ഒക്കെ ഉണ്ടാകലുണ്ട്. പക്ഷെ അത് എങ്ങനെ കെട്ടണ എന്താ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണിത്. എങ്ങനെയാണ് മൂപ്പര് കണ്ട വർക്ക് കഴിഞ്ഞ് അവിടെ സെൻറ്ററിൽ പോയി നിൽക്കുന്നു മൂപ്പര്. കുറേ നോക്കിയിട്ട് കാറ്റ് കണ്ട ഇപ്പോൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ കാറ്റിൻ്റെ അറിയാം. ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട്, ലോങ് ആകുമ്പോൾ ഒന്നും അറിയണില്ല. എന്നാലും കണ്ട ഇടയ്ക്കൊരു വെട്ടൽ കണ്ട. അപ്പോൾ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ കണ്ട നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ വല ആയതുകൊണ്ട് കാറ്റ് അങ്ങനെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയിക്കോളുമല്ലോ, തടഞ്ഞു പോയില്ല. പുള്ളിക്ക് ഒരു ഇതിട്ടില്ല, ഒരു സ്വസ്ഥത കിട്ടില്ല, കാറ്റടിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. സംഭവമാണ്. നാളെ കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് എടുക്കണേ വിചാരിച്ചു, പക്ഷെ അത് കാറ്റുകൊണ്ട് കറക്റ്റ് കിട്ടണില്ല. ഫോക്കസിൻ്റെ വരും, അത് കാറ്റടിക്കൊണ്ട് പോകും. ഒന്നിലും കേന്ദ്രീകരിക്കണില്ല ഫോക്കസ്. ഇതാണ് സാധനം. കണ്ട, അങ്ങനെയാണ് ചിലന്തി വല റെഡി ആയില്ല.